ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം. ഈ മതം എന്നൊക്കെ പറയുന്നത് പിള്ളേരുകളിലല്ലോ. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവളെ വേണം. ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക. അളിയന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം. തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത്. അങ്ങേരുടെ ഒരു ഉപദേശം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്നുവെച്ചാ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല. പൊന്നാന് കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മുസുട്ടി, എനിക്ക് നീയേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ, അപ്പൊ അവള് മതം മാറുന്ന ഒരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞ അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്, ആണോ? അതല്ല, ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തിൽ ഈ കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ, ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യോ? അല്ല, ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല, പേടിക്കണ്ട, ആശുപത്രിയിൽ മെഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ, അംഗവൈകല്യം വേണ്ട. മെഷീന് വല്ല കയ്യബത്തോ പറ്റിയാ. ഇങ്ങോട്ടൊന്നേ, നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കണത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ. വലൈക്കും അസ്സലാം. തുടക്കം തന്നെ പിഴച്ചു. അസ്സലാം അലൈക്കും. അസ്സലാം അലൈക്കും. വലൈക്കും അസ്സലാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇൻഷാ അല്ലാഹ്. ഫക്കീർ സുൽത്താനായാലും തെണ്ടല് മറക്കൂലെന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. അസ്സലാമു അലൈക്കും. ബാപ്പാ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതല്ല? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവര മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല, തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമാ ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. ഈ സമയത്ത് നിസ്കാരമാ. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്റെ അള്ളോ, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ പകയാ. ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരാക്കി മാറ്റാം. സുന്നത്ത് കഴിഞ്ഞുള്ളൂ കമാലിതിനെ. ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമുഹമ്മദേ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്താ മാധവൻ നായരെ? ചെറിയ കിട്ട് കാണിക്കേ. കല്യാണ വീട്ടിലെ പുയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്തോ? ശവം. അയ്യോ, അങ്ങനൊന്നും പറയരുത് മൂസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കണ ഒരാള് വരണുണ്ടല്ലോ. ആര്? കാലൻ. കാലോ? നോക്ക്, ഇളകി മറിഞ്ഞു വരണ കണ്ട. എന്റെ ഗുരുവായൂരപ്പാ. അല്ലാ, അല്ലാന്ന് വിളിക്കടാ. എന്റെ അല്ലോ. സോറി, മെത്രാനെത്തി. കണ്ണനെന്തേ? കണ്ണനല്ല, കമാലുദ്ദീൻ. എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ? ആ, മാഷ് പറഞ്ഞത് അതിന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായാൽ മതി. കണ്ണാ, കമാലുദ്ദീനെ. എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മ വയ്ക്കുന്നത്.
സിസ്റ്റേഴ്സ് ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. പുതിയാപ്പിള എങ്ങോട്ടാ? ഞങ്ങളൊന്ന് യൂറിനിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ. അല്ല അതിൽ കൂടെ കുറച്ച് ലാറ്ററിനും പാസ് ചെയ്യാം. അപ്പൊ 1-നും 2-നും 3-നും പോവാം. വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ട അല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. പുര നിറഞ്ഞേക്കല്ലേ. ടെൻഷൻ കൂടിയതാ. ബഷീർ വന്നില്ലേ? ഇല്ല. കമാലുദ്ദീനെ കണ്ട ഇല്ല. ഇതെങ്ങനെ പോയത്? വേറെ കമാലുദ്ദീൻ പുയ്യാപ്പിളയുടെ പേരാ. സുലൈമാനി അങ്ങോട്ട് കണ്ടൊരു കച്ചവടം. നിങ്ങൾ നമ്മൾ എവിടൊക്കെ തപ്പി? എന്താ ഇപ്പോഴേ പൊരേന്റെ ഉള്ളില്? അയ്യോ തറയാ. അറിയാല മണിയറ കാണാൻ കനാലുദ്ദീൻ. മോഹം. ഇപ്പം മണിയറ കാണാൻ പാടില്ലെന്ന് അറിയില്ലേ? ഇല്ല, കാണാൻ പറ്റിയില്ലെങ്കിൽ ആ നിക്കാഹൊന്ന് കയ്യേറ്റ എന്നെ നമ്മൾ അറയിലിട്ട് പൂട്ടും. അവന് മുമ്പ് പൂട്ടാൻ എന്റെ പേടി. എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ച? ഞമ്മക്കൊന്നുമില്ല നീ. അസ്സലാമലൈക്കും. പഠിച്ച പിന്നെ വെറുതെ നിൽക്കുമ്പോ ഒരു വരച്ചിലുണ്ടോന്ന് സംശയം. കണ്ടപൂച്ച കൊറേ ആയിങ്ങനെ ഫോളോ ചെയ്യണേ. കമാലുദ്ദീൻ ഇവിടെ നിൽക്കണം. മെത്രാനെത്തി. മെത്രാനാ? തങ്ങള് പെങ്ങളല്ല തങ്ങള്. ആ ചടങ്ങിന് സമയമായി. വാ 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 വാ. ഇനി എനിക്ക് ബാത്റൂമിൽ പോയാൽ പറ്റൂ. വാടാ. കണ്ണാ, കമാലുദ്ദീൻ കമാലുദ്ദീനെ ആരാ? നിന്റെ അച്ഛനാ. മത്തായിണ്ട്. സുവിശേഷത്തിന് വന്നാണോ? ഇപ്പോഴേ ഇത്ര വെപ്രാളമായാലോ? വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. ആഹാ, രണ്ടുപേരും കൂടിയാണ് ബാത്റൂമിൽ പോയത്. അല്ല ഒരു വഴിക്ക് പോയപ്പോ ഒരാളും കൂടി ഇരുന്നുള്ളൂ. വന്നോളൂ വന്നോളൂ. അതെ അച്ഛാ, ഈ അല്ലായും കൃഷ്ണനും ക്രിസ്തു എല്ലാം ഒന്നാന്ന് പറഞ്ഞ ശരിയാണോ? ആണെങ്കില് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവാ. അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി. എന്തു പറ്റി? അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിൽക്കുക. നിക്കാഹിന് സമയമായി. പുതിയ വന്നാട്ടെ. വരൂ. എന്നെ കൊണ്ടോണു. ഞാൻ ഇവിടെ ഒരാളെ കണ്ട. വാ. നീ അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല. കൂടെ വന്നതും ഞാനല്ല. അതാ ഈ ശൈത്താൻ എപ്പ തുറന്നു വിട്ടത്? എന്നെ ഇട്ടേച്ച് പോകല്ലേ മോലാളി. തിരിച്ചു നിർത്തണ. അങ്ങോട്ട് തിരിഞ്ഞേക്ക് മോലാളി. ജമാലിക്കൊക്കെ ഒന്ന് കുത്താനല്ലേ. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? കൊലക്കുറ്റത്തിനല്ല ഞാൻ ജയിലിൽ പോയത്. പക്ഷെ ഇപ്പൊ ഒരു കൊല ചെയ്യാനാ ഞാൻ വന്നത്. അള്ളാഹ് സത്യം, നബീസ് ഉമ്മളെ കൈവിട്ടു പോയി. എന്നെ കൊല്ലരുത്. എന്റെ സുന്ദരിയായ പെങ്ങൾക്ക് കെട്ടിയോനില്ലാണ്ട് പോവും. ഇങ്ങനത്തെ ഒരു കെട്ടിയൻ എന്റെ പെങ്ങൾക്ക് കുടലെടുത്ത് കൈ പിടിച്ചു കൊടുത്ത് റൗഡി മച്ചായൻ കുടലെടുത്ത്. ജയിലിൽ നിന്ന് ഓന്റെ കത്ത് വന്ന പിന്നെ തുടങ്ങിയതാണല്ലോ നിങ്ങൾക്ക് പിരാന്ത്. ആ കത്തവിടെ? എന്തിനാ അത് കത്തിച്ച് കളഞ്ഞാലേ നമുക്ക് ഇനി ഉറക്കം വരും. കത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വായിച്ചില്ലേ? ജമാലിന്റെ മനസ്സിൽ ഇപ്പോഴും നബീസ് തന്നെയാ. വാശി പിടിച്ച ഉടുമ്പിന്റെ സ്വഭാവ ഓന്. ഒന്ന് കെട്ടിയതായാലും പെറ്റതായാലും ഓന് നബീസിന് വേണം. ഇല്ലെങ്കി അള്ളാണ് സത്യം. ഓ നിങ്ങളെ തട്ട്. സമയം 1:30 കഴിഞ്ഞു. ഇജ്ജ് വിഷമിക്കാണ്ടിരിക്ക്. നബീസ് വരും. അകത്തുനിന്ന് ഓരോരുത്തർ കുശൂഷിക്കാൻ തുടങ്ങി. അത് ഇറച്ചിയുടെ മണം പിടിച്ചിട്ടാവും. ബിരിയാണി അകത്ത് ചെല്ലുമ്പോ എല്ലാം നിർത്തിക്കോളും. അതല്ലെന്ന്, നബീസ് വരില്ലെന്നാ എല്ലാരും പറയണത്. ഓ, ഇക്ക വിളിച്ചാ ഓള് വരും. ഇല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ബസം പീങ്ങി ഇങ്ങ് ചാവ. ഒരിക്കൽ കല്യാണ പന്തൽ വെച്ച് നാണോ മാനോ കളഞ്ഞു കുളിച്ചതാണ്. ഇപ്പതേ വീണ്ടും ആൾക്കാരെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. ആണുങ്ങളില്ലാത്ത വീടാ, ഒരു ശ്രദ്ധയില്ല. പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത്. ഇന്ന് ഞാൻ എടാ റാസ്കൽ തെണ്ടിപ്പട്ടി, ചോദിക്കാൻ പറയാൻ ആളില്ല. അയ്യോ അയ്യോ കാണാഭാഗത്തെ മറകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അത് വേണ്ട. സ്വന്തം മുതലാരെങ്കിലും കട്ട് തിന്നു. എന്നാലും വ്യസന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി? 2 വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും. റബ്ബേ, പട്ടാപകല് മോഷണോ? അതും ബാത്റൂം മോഷണം. ഇവനെ
പടച്ചോനെ നീയായിരുന്നോ? നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്തിവിടെ? ഞാനിപ്പോ എവിടെയാ? കുളിച്ചും കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല, പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട. പുറത്തിറങ്ങ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിച്ച് ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. 2 കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയണത്? അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ. അയ്യോ ഞാനല്ല. വീട്ടുകാര് അവിടെ ഒരു ഒട്ടക. ഒട്ടകോ നിക്കടാ അവിടെ. ഓടണം ഞാൻ കണ്ടു. എന്താണ് ഒരു ബഹളം? നീയാ? എന്താ എന്താ കലങ്ങി